ദേശീയ അധ്യാപക പരിഷത്തിന്റെ 45ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ സമാപിച്ചു. 3 ദിവസമായി നടന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിയും കേരളത്തിലെ അധ്യാപക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായി. നിരവധി പ്രതിനിധികളാണ് ചരിത്ര സമ്മേളനത്തിന്റെ ഭാഗമായത്. ശക്തന്റെ തട്ടകത്തിൽ സമ്പൂർണ്ണ സംസ്ഥാന സമിതി യോഗത്തോടെ ആരംഭിച്ച സമ്മേളനം വിപുലമായ പരിപാടികളോടുകൂടെയാണ് സമാപിച്ചത്. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസഭ കേന്ദ്ര വിദ്യാഭ്യാസ വിദേശകാര്യ സഹമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. Troubling trends emerging from Kerala, which I believe we must address with urgency and collaborative resolve. NTU സംസ്ഥാന പ്രസിഡന്റ് PS ഗോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ABRSM ദേശീയ സഹസംഘാടന സെക്രട്ടറി G ലക്ഷ്മൺ, ജനറൽ സെക്രട്ടറി ശിവാനന്ദ സിന്തങ്കര, ദേശീയ ശിക്ഷ ഉദ്യാൻ ന്യാസ് സഹസംയോജകൻ A വിനോദ്, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി, ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് SK ജയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന യാത്രയയപ്പ് സമ്മേളനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സംഘടനാ പ്രവർത്തനം എന്നുള്ളത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട് കേരളം. വൈകിട്ട് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയെ വലം വെച്ച് സ്വരാജ് റൗണ്ടിലൂടെ നടന്ന പ്രകടനത്തിൽ നിരവധി അധ്യാപകർ പങ്കെടുത്തു. അധ്യാപക പരിഷത്ത് 45ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ശുഭാവസരത്തിൽ ദേശീയതയുടെ ശംഖനാദം മുഴക്കിക്കൊണ്ട് രാഷ്ട്ര സേവനത്തിന്റെ കാവ്യധ്വജം പാലിച്ചുകൊണ്ട് വടക്കുംനാഥയുടെ പ്രദക്ഷിണ വീതിയിലൂടെ അധ്യാപക വൃന്ദം പദം വയ്ക്കുകയാണ്. തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കുരുക്ഷേത്ര MT കാബ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലെ നന്മയെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. മൃഗീയമായ ജന്മത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്കുള്ള വികാസത്തിനാണ് വിദ്യാഭ്യാസം നൽകുന്നതും നൽകേണ്ടതും. കേരളത്തിലെ വിദ്യാഭ്യാസം മനുഷ്യനെ സൃഷ്ടിക്കുന്നതല്ല, രാക്ഷസരെയും മൃഗങ്ങളെയും ആസുരിക ജന്മങ്ങളെയും അരാജകവാദികളെയുമാണ് കേരളത്തിലെ വിദ്യാഭ്യാസം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും നിരവധി പ്രതിനിധികളാണ് സമ്മേളനത്തിന്റെ ഭാഗമായത്. ജനം, തൃശൂർ.